ഹായ് ഹലോ എവരിവൺ. സോ നമ്മൾ ലൈഫ് നെറ്റ് ടി വിന്ന് നമ്മുടെ ലോട്ടറി അടിച്ച ആ ഭാഗ്യശാലിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. നമസ്കാരം ചേട്ടാ, സന്തോഷം കണ്ടതില്. ഇപ്പോ മീഡിയയില് മൊത്തം ചേട്ടനാണ് താരം, അറിയുന്നുണ്ടോ എല്ലാം? അറിയുന്നുണ്ട്. ആദ്യം തന്നെ ഭയങ്കര കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. കാരണം ഒന്നല്ല രണ്ട് ഭാഗ്യമാണ് ഈ വർഷം വന്നിരിക്കുന്നത്. അച്ഛനായിരിക്കുകയാണ്, പെൺകുഞ്ഞ് ആൺകുട്ടിയാണ്. ഓക്കെ, അപ്പോ ശരിക്കും എങ്ങനെ ഇതിനെ നോക്കി കാണുന്നത്? ഒന്ന് മോൻ വന്നു, അതിന്റെ കൂടെ തന്നെ ഒരു ഭാഗ്യവും കൂടെ വന്നിരിക്കുന്നു. ഇവിടെ ശരിക്കും എന്തായിട്ട് പൊസിഷൻ എന്തായിട്ടാണ്? സേഫ് ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? വൈഫിനോടാണ്, ആരോട് ആദ്യം പറഞ്ഞേ? ഭാര്യയുടെ അടുത്താണ്. എന്റെ ബ്രദർ ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട്, അവിടെ ചെന്നിട്ട് ബ്രദറിന്റെ അടുത്താണ് ആദ്യം പറഞ്ഞത്. എന്തായിരുന്നു ശരിക്കും റിയാക്ഷൻ? അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമല്ലല്ലോ. അതെ അതെ. അപ്പോൾ വളരെ സന്തോഷമായി, ഹാപ്പിയായി. പിന്നെ വീണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലെത്തി എല്ലാവരും കൂടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് വീണ്ടും ഒന്നുകൂടി ഒരു കൺഫർമേഷൻ കറക്റ്റായിട്ട് നമുക്ക് വരുന്നത്. മുമ്പ് ഈ ലോട്ടറി എടുക്കുന്ന ശീലമുള്ള ഒരാളാണോ? എടുക്കാറില്ല ഞാൻ. സാധാരണ ചെറിയ ഭാഗ്യക്കുറിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ മാത്രം മേടിക്കാറുള്ളൂ. ഒരു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനൊരു സഹായം എന്ന് പറഞ്ഞ വിധത്തിൽ ഒന്ന് വല്ലപ്പോഴൊക്കെ എടുക്കുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കണ്ടിന്യൂസ് ഒരു ഹാബിറ്റ് പോലെ ചെയ്യുന്ന ആളൊന്നുമില്ല. ഇതിനു മുമ്പ് എടുക്കാറുണ്ടോ? അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ബമ്പർ എടുത്തു. ഫസ്റ്റ് ബമ്പർ എടുക്കണം, ഫസ്റ്റ് ടൈം എടുക്കണം. ആണോ? കഴിഞ്ഞ വർഷം ഒന്നും ബമ്പർ എടുത്തിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ തന്നെ എടുത്തു, അത് തന്നെ അടിച്ചു. ഇനിയിപ്പോ ലോട്ടറി ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ലോട്ടറികൾ എടുക്കണേ എൻ്റെ അകത്ത് കുറവൊന്നും വരുത്തണ്ടല്ലോ, കാര്യമൊന്നുമില്ല. നമ്മൾ പൂജ ബമ്പർ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതൊരെണ്ണം മേടിക്കണം, അങ്ങനെ ഓരോ കാര്യം ചെയ്യണം. ഇപ്പോ വർക്ക് ഞാൻ കണ്ടു, നല്ല തിരക്കിലാണ്. നമ്മൾ ഫോൺ വിളിച്ചപ്പോഴും തിരക്കിലാണ്. കോടീശ്വരനായതിനു ശേഷം ജോലി തുടരാനുള്ളൊരു കാരണം? അല്ല, ജോലി നല്ല രീതിക്ക് തന്നെ ചെയ്തു പോകണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് നമ്മൾ ജോലി ചെയ്ത് തന്നെയാണ് എല്ലാ ഡെയിലി ആ റൊട്ടീൻ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ അത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ 25 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല, പക്ഷെ അതിൽ പല ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇതിന് ടാക്സും ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൈയിട്ട് 15-16 രൂപ എന്തോ ആണ് ഇത്ര വരുന്നത്. എനിക്കും അത്ര അത് തന്നെ എക്സൈറ്റഡ് ആയിട്ട് നമുക്കറിയില്ല. പക്ഷെ ശരിക്കും നികുതി വെട്ടി പോകുന്നതിനോടൊരു ചെറിയൊരു അങ്ങനെയൊന്നുമില്ല. കാരണം ഒരു പൗരൻ എന്നുള്ള നിലയിൽ നികുതി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അതിൽ പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ചേട്ടന് ശരിക്കും ആലപ്പുഴക്കാരനല്ലേ? ആലപ്പുഴയാണ്. അപ്പൊ ആ സമയത്ത് ഒക്കെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ഒക്കെ? ഞാനൊരു 18 വയസ്സ് മുതൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പൊ എനിക്കൊരു 37 വയസ്സായി. 18 വയസ്സ് ജോലി ചെയ്യാന്ന് പറയുമ്പോ പഠനം കഴിഞ്ഞ് ഞാൻ ബാക്കി ഡിഗ്രി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ സമയം പോലെ ചെറിയ രീതിക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു തുടങ്ങിയ ഒരാളാണ്. അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ എന്തായിരുന്നു? അച്ഛന് കൃഷിപ്പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അച്ഛനും അമ്മയും കൃഷി തന്നെയായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് ഉള്ളൊരു. അപ്പൊ ഏത് കോഴ്സാ പഠിച്ചിരുന്നേ? ഞാൻ ബികോം ചെയ്തു. ബികോം പഠിച്ചു. പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ചെറിയ ജോലി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു. എന്തൊക്കെ ജോലിയായിരുന്നു അവിടെ? ഞാൻ അടുത്ത് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളൊരു ലൈഫാണ്. അനിയനോ? അനിയനിപ്പോ ഒരു ചെറിയ ബേക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് രാഹുൽ. ഞാൻ അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആളെ എത്ര കൊല്ലമായിട്ട് പരിചയമുണ്ട്? ഞാനൊരു 8 വർഷത്തെ പരിചയമുണ്ട്. 8 കൊല്ലമായിട്ട് പരിചയമുണ്ട്. ആൾക്ക് സത്യം പറഞ്ഞ അടിച്ചു കഴിഞ്ഞപ്പോ ആള് ഭയങ്കര സിമ്പിൾ ആണ്. ആള് അടിച്ചപ്പോൾ അടിക്കാതെ സെയിം ഒരേ രീതി തന്നെയായിരുന്നു ആൾക്ക്. അപ്പോഴും ഇപ്പോഴും ഒക്കെ ഒരേ പെരുമാറ്റം. ആൾക്ക് ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു കാര്യം ആൾക്ക് 6 മാസം മുന്നേ നടത്തിട്ടുണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ്. കുഞ്ഞുണ്ടായതാണ് ഏറ്റവും വലിയ. എനിക്കറിയാം, ആൾക്ക് ആ കാര്യം തന്നെയാണ് ഏറ്റവും വലുത്. അതിനുശേഷം ഇതുള്ള ആൾക്ക് അതെന്താ ആക്ച്വലി അത് വലിയൊരു സംഭവം. ആളെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷത്തോളമായി. കുറെ ബുദ്ധിമുട്ടിട്ട് തന്നെ ഒരു കൊച്ചുണ്ടായത് ആൾക്ക്. അവനുണ്ടായത് എനിക്കറിയാം നന്നായിട്ട്. 8 കൊല്ലത്തിന് ശേഷം ശരിക്കും ഇത് ഭയങ്കര ഒരു മൊമെന്റ് അല്ലേ? 8 കൊല്ലം കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞുണ്ടാവുന്നു. മോൻ ജനിച്ച അതേ വർഷം തന്നെ 6 മാസം കഴിഞ്ഞത്തേക്കും ബമ്പർ അടിക്കുന്നു. ഉണ്ണിയുടെ ഭാഗ്യല്ലേ അവന് അത് കിട്ടാനുള്ള കാരണം. അതെ, അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് രാവിലെ എനിക്ക് ഏറ്റവും വലുത് അത് തന്നെയാണ്, അതിനുശേഷം ഇതുള്ളൂ എന്ന് പറഞ്ഞു. ആൾക്ക് എനിക്ക് തോന്നുന്നു ആള് പറഞ്ഞു 18 വയസ്സ് തൊട്ടേ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ അടിക്കുമ്പോഴും അങ്ങനെ ഒരു വലിയൊരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ ഓവർ തുള്ളിച്ചാട്ടങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കെറ്റ് അടിക്കുന്നേക്കാളും മുൻപ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു അടിച്ചതിന് ശേഷമുള്ള എക്സ്പ്രഷനും കാര്യങ്ങളും. ഇപ്പോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു. മോന് ഇപ്പൊ എത്ര മാസമായി കാണും? 6 മാസം. 6 മാസമായിട്ടുണ്ട്. അത് മോന്റെ വരവ് തന്നെയാണ് ഈ ഒരു ഭാഗ്യത്തിന് പിന്നിൽ നിന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ പേര്? അഗ്നേകൃഷ്ണ.
ആഗ്നേയകൃഷ്ണ. അപ്പൊ ആഗ്നേയകൃഷ്ണനാണ് സത്യത്തില് ഭാഗ്യം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ വർഷം ഭാഗ്യങ്ങളുടെ ഒരു വർഷം തന്നെയാണ്. വീട്ടില് അനിയനുണ്ട്, അച്ഛൻ, അമ്മയുണ്ട്, പിന്നെ വൈഫും കുട്ടിയുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഈ ഇത്രയും വലിയൊരു തുക കയ്യിലേക്ക് വരാണ്, എല്ലാവർക്കും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യാനുണ്ട്. അതെല്ലാ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ബാങ്കിൽ നിന്ന് എന്ത് പറഞ്ഞു? ഇനി എത്ര നാളെടുക്കും ഏകദേശം ഇതൊന്ന് ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ട്? 1 month ഇപ്പോൾ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ സാർ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞേക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ പൈസ നമ്മുടെ ക്രെഡിറ്റ് ആവാൻ മിനിമം ഒരു 1 മാസം 1 month എന്തായാലും അതിന്റെ പീരീഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. മീൻസ് ലീഗൽ പ്രൊസീജിയേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിന് എല്ലാം ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്യാനുണ്ട്. ഞാനപ്പോൾ അന്ന് ചെന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങുകയാണ് ചെയ്തത്. ഈ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇനി ഭാവിയിൽ അടിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു ടിക്കറ്റിന്റെ തന്നെ ബാക്കിൽ ആധാർ, നമ്മുടെ പാൻ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി, അതിന്റെ കാര്യങ്ങൾ, ഫോട്ടോസ്, 2 ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മതി. ഏജന്റ് തുള്ളിച്ചാടിയിട്ടുണ്ടാകുമല്ലോ. വളരെ സന്തോഷത്തിലാണ് സാറിനെ കണ്ടായിരുന്നു, കണ്ടിരുന്നു. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ചെലവൊക്കെ ചെറിയ രീതിക്കുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള പ്ലാനിലുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എല്ലാവരും പിണങ്ങിയെന്ന് വരുമോ? ഇല്ല, കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും അതെല്ലാം അതിന്റെ രീതിക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാര്യം ശരത്തേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് അടിച്ച കാര്യമൊക്കെ സംഭവം ഞാനാണ് തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഫസ്റ്റ് ഓഫീസിലെത്തിയ ആള്. അതിനുശേഷമാണ് ശരത്ത് വരുന്നത്. അപ്പോൾ ഞാൻ വൈഫ് ഹൗസിൽ നിന്നാണ് വന്നത് നേരിട്ട് ഇങ്ങോട്ട്. അത് തന്നെ ഓഫീസിൻ്റെ കീ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരണവരെ വെയിറ്റ് ചെയ്ത് നിന്നു. വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നേരത്തെ ഇത്തിരി പോവും, ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയില്ലല്ലോ, ലോട്ടറി അടിച്ച കാര്യം അറിയില്ല. ശരി പൊക്കോളൂ എന്ന് പറഞ്ഞു. 10:30 അങ്ങനെ ആൾ പോയി ബാങ്കിൽ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇൻഫോം കിട്ടുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് അത് ബമ്പർ അടിച്ചേക്കണം, ഭാഗത്തൊരാൾക്ക് അടിച്ചിരിക്കണേ നമുക്കറിയായിരുന്നു. പക്ഷെ ആൾ ടിക്കറ്റ് എടുത്ത കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ആളൊരു ദിവസം ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ എടുത്താണ്. ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ ടിക്കറ്റ്. അപ്പോഴാണ് നമ്മൾ എടുത്തത് ആൾ ടിക്കറ്റ്. പെട്ടെന്ന് മീഡിയക്കാർ മൊത്തം ഒന്നുകൂടെ നിറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാണ് ടിക്കറ്റ് അടിച്ചിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ്. ഞങ്ങളാകെ ഷോക്കായി എല്ലാവരും. ഞങ്ങളൊരു 6 പേരോളം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ. മൊത്തം ഷോക്കായിരുന്നു എല്ലാവർക്കും. ഈ അറിഞ്ഞ സമയത്ത് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു, എന്തേ പറയാതെ പോയെന്നുള്ളൊരു. ഇല്ല, അത് കുഴപ്പമില്ല. അത് ആർക്കായാലും എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല ആ സമയത്ത്. ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞോളൂ ചോദിച്ചപ്പോൾ. ഒരു വരവേൽപ്പായിരുന്നോ കൊടുത്തത് ആള് എത്തിയപ്പോ? ഓ, ആള് വന്നപ്പോ ഞങ്ങള് വരവേൽക്കണ്ട വന്നില്ല. അതിന് മുന്നേ വേറെ ആൾക്കാരൊക്കെ വന്നൂടെ വരവേൽക്കാൻ. ആരൊക്കെയാ വന്നേ? അയ്യോ, അത് എല്ലാവരുടെ പേരൊന്നും ഓർമ്മയില്ല. ഫുൾ മീഡിയയും ബാങ്കുകാരൊക്കെ, മീഡിയയും ബാങ്കുകാരും ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാവരും വന്നായിരുന്നു. നമ്മള് ഈ ഏരിയയില് ഉള്ള ആളുകൾ മൊത്തം അറിഞ്ഞു. അപ്പോ ഈ ഏരിയയിൽ എല്ലാവർക്കും അറിയാം. ഈ നെട്ടൂരുള്ള ഒരാൾക്ക് അടിച്ചിരിക്കണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ ഒരാൾക്കാന്ന് അറിയണ്ടായിരുന്നില്ല. ഒരു ലേഡിക്ക് അടിച്ചെന്ന് ആദ്യം പറഞ്ഞത്. ഒരു ലേഡി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ആൾക്കാന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ആൾക്കെല്ലാം നാളെ തന്നെ സംഭവിച്ചു. ആൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ 2 വീട് അപ്പുറത്തൊരു ചേച്ചിക്ക് അടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അവസാനം തിങ്കളാഴ്ച രാവിലെ ആള് ബാങ്കിൽ ചെന്ന് ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. ഇത് ആള് വന്നതിന് ശേഷം, ഞങ്ങളിപ്പോ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് ബാങ്കുകാരൊക്കെ ഇങ്ങനെ വന്ന് കയറി. ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ. ഈ ഫിനാൻഷ്യൽ ആയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യുന്നൊക്കെ ഒരു ടിപ്സ് ഒക്കെ കൊടുത്തോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ഫണ്ട് വന്നതിന് ശേഷം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ടിട്ട് തീരുമാനിക്കുള്ളൂ എന്ന് പറഞ്ഞത്. ഇവിടെ വന്ന് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, അത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ജസ്റ്റ് സ്വീറ്റ്സ് വിതരണം ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നു. എല്ലാവരും ആക്ച്വലി ആൾക്ക് കിട്ടിയതിൽ ഭയങ്കര ഒരു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നേരിട്ട് ഇവിടെ ഇല്ലാത്തൊരു ഫോൺ വിളിച്ച് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ കോൾ വിളിക്കും. ഇതിന്റെ ഹെഡും എല്ലാവരും അന്നത്തെ ദിവസം ഇവിടെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ഹെഡും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, വലിയൊരു വരവേൽപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2023 ബമ്പർ അടിച്ചത് ഭയങ്കരമായിട്ട് മീഡിയയിൽ ഇരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് അന്നത്തെ ഭാഗ്യശാലി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കിട്ടിയപ്പോൾ ഭയങ്കര ഭാഗ്യമായിരുന്നു, അതിനുശേഷം ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോയെന്ന്. ആള് വീട് വരെ മാറി വേറെ സ്ഥലത്ത് പോയി നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത്രയും ആളുകളാണ് സഹായം ചോദിച്ചത്. അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടോ? കുറച്ച് 1-2 പേരൊക്കെ 2-3 പേരൊക്കെ വീട്ടിലൊക്കെ വന്നിരുന്നു, രാവിലെയൊക്കെ വന്നിരുന്നു. ഈ പരിചയക്കാരാണ് വരുന്നത്? ഇല്ലാത്ത ആൾക്കാരാണ് വന്നത്. ആണോ? ഈ പരിചയമില്ലാത്ത ആളുകൾ എന്ത് പറഞ്ഞാ വരുന്നത്? ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. ഹെൽപ്പ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട്. ഇവരെങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം, മേ ബി അങ്ങനെ ആയിരിക്കാം. ഈ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഇത്ര പൈസ തന്ന് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വന്നത്. 1-2 പേര് വന്നത്, രാവിലെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇതിൽ ഫണ്ടൊന്നും ഇതായിട്ടില്ല, ക്ലെയിം ആയിട്ടൊന്നും ഇല്ല. ഈ സഹായം ചോദിച്ചു വരുന്നവർ എന്തിന്, അതായത് രോഗികളായിട്ടുള്ളവരാണ്? ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, ഒന്നുമില്ല, ജസ്റ്റ് കയറി വന്നിട്ട് സഹായം ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു.
വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. എന്തായാലും ഇനി സഹായം ചോദിച്ചു വരുന്നവരുടെ എണ്ണം കൂടുന്നതായിരിക്കും, പക്ഷെ അത് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാ കാര്യങ്ങളും നോക്കിയേ ചെയ്യുള്ളൂ. നമ്മുടെ ടാക്സ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്, പിന്നെ എനിക്ക് എൻ്റെതായ കുറേ ഇഷ്യൂസ് ഉണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു എന്താന്ന് പറഞ്ഞിട്ടെ, ആളുകൾക്കൊരു ചിന്തയുണ്ട്, ഓ ഇവർക്ക് ലോട്ടറി അടിച്ച് കിട്ടിയ പൈസയല്ലേ, സമ്പാദിച്ചൊന്നും ഉണ്ടാക്കില്ല, പിന്നെ അതിൽ നിന്ന് കുറച്ച് എനിക്ക് തന്നെന്താന്നുള്ളൊരു തോട്ട് കൊണ്ടായിരിക്കും പല ആളുകളും വരുന്നത്. പക്ഷേ യഥാർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്, അതിൽ മറ്റൊരാൾക്ക് ക്ലെയിം പറയാനുള്ള അവകാശമൊന്നും ഇല്ല. ഇനി ഇൻ ദി ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും അങ്ങനെ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കണം. അറിയാവുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട്, അവരെ ഞാൻ എന്നെ കഴിയാവുന്നതും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും അത് തന്നെ റീസെന്റ് അറിയാവുന്ന ഒരുപാട് വിഷയങ്ങൾ അനുഭവിക്കുന്ന എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ദൈവവിശ്വാസിയാണോ? ദൈവത്തിന്റെ ഒരു കൈ ഉണ്ടെന്ന് തീർച്ചയായിട്ടും. അല്ലാണ്ട് ഇത് കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, എല്ലാം ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് രണ്ടഭിപ്രായത്തിൻ്റെ ഒരു ആവശ്യമില്ല. ശരിക്കും അച്ഛനും അമ്മയ്ക്കും എപ്പോഴും പറയാറുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, ഇന്ന പ്ലേസ് ഗുരുവായൂർ, അങ്ങനെ പഴനി, അങ്ങനെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളിൽ പോകണമെന്നാണ് ഒരു ആഗ്രഹം. ഗുരുവായൂർ ഇതുവരെ പോയിട്ടില്ല? അല്ല, പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ഒരു വണ്ടിയൊക്കെ മേടിച്ച് അങ്ങനെ കുറച്ചൊന്ന് നല്ല രീതിക്കുള്ള ഒരു പോക്ക് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല, അങ്ങനെയുള്ള കാര്യം. ഫാമിലി ടൈം ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. മനസ്സിലായി എനിക്ക്. അതായത് ഫാമിലി മാത്രമായിട്ടുള്ളൊരു റെസ്റ്റ് ചെയ്ത് സമാധാനത്തിൽ നിന്ന് പോവുക, ഒരു കാറൊക്കെ എടുക്കണം എന്നുള്ളതുണ്ടോ? ചെറിയ രീതിക്ക് എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യണം എന്നുള്ള പ്ലാൻ. എല്ലാം ചെറിയ രീതിക്ക് മാത്രമല്ല, അല്ല റിയൽ ലൈഫിൽ ഇത്രയും സിമ്പിൾ മനുഷ്യനാണോ? അതെ. എല്ലാം ചെറിയ രീതിക്ക്, വീട് ചെറിയൊരു വീട്, അത്രേ ഉള്ളൂ. ചെറിയ വീടൊക്കെ വെച്ചേക്കണം. അതെനിക്ക് തോന്നിയ കാരണം ഞാൻ ആദ്യം ചോദിച്ച് വീട് വെക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയ രീതിക്കുള്ളൊരു വീടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് വെച്ചിട്ടുണ്ട്, അല്ലാതെ കൂടുതലായിട്ട് പണിയാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, നമുക്ക് ബേസിക് നീഡ്സ് മാത്രം ചെയ്താൽ മതിയല്ല, ആവശ്യമില്ലാതെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് എന്താ കാര്യമുള്ളൂ. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഭാര്യയുടേതായിട്ടുള്ള ഒരു ഡയറക്ഷൻസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, ഇതുവരെ ആലോചിച്ച് തീരുമാനിക്കണം. ആഗ്രഹങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നല്ല ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മോഹത്തിലുള്ള ആൾക്കാരാണ് അത്. അത് അതായത് ആള് നേരത്തെ വർക്കിംഗ് ചെയ്തോണ്ടിരുന്ന ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആള് ഇൻഫോ പാർക്കിൽ. അപ്പൊ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അത് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളൊന്നും പഠിച്ചതിന് ശേഷമല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പൈസ വന്നു കഴിയുമ്പോഴത്തേക്കും വൈഫിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്തായാലും മനസ്സിലുണ്ടാവും. വാങ്ങിക്കൊടുക്കാനായിട്ട് നമ്മൾ ഓർണമെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങണം. അതൊക്കെ ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ, ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ. ചുരുക്കത്തിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും കൂടെയാണ്. അതെ, പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ സിംപ്ലിസിറ്റിക്ക് ഉള്ളില് ഇത്രയും ചുരുക്കവാക്കുകളിലെല്ലാം പറഞ്ഞു തീർക്കുന്നതിന്റെ റീസൺ? ഞാൻ പൊതുവെ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്, അധികം സംസാരപ്രിയനല്ല. അല്ലെങ്കിലും പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലാണല്ലോ കാര്യം. അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും നല്ല രീതിയിൽ തന്നെ പോകട്ടെ, ഉള്ള പൈസ എല്ലാം ഇനിയും അത് വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ, ഇഷ്ടമുള്ളൊരു ബിസിനസ് തുടങ്ങുക. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ നേരത്തൊരു ബിസിനസ്മാനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നൊരു കാലത്തിലേക്ക് വരട്ടെ. ഇപ്പോൾ മോൻ്റെ വിശേഷം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. മോന് എല്ലാവിധ ബ്ലെസ്സിങ്സും ആൻഡ് പ്രേയേഴ്സും തരണം. താങ്ക് യു സോ മച്ച് ടു സ്പെൻഡ് യുവർ ടൈം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.